സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനത്തെ തകർക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നതായി കേസോട്ടോ. കോടതി വ്യവഹാരങ്ങളും സിനിമയും തിരിച്ചടി സൃഷ്ടിച്ചെന്ന് കേസോട്ടോ നോഡൽ ഓഫീസർ നോബൽ ഗ്രേഷ്യസ് മീഡിയ വണ്ണോട് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസിന്റെ വിമർശനത്തെയും കേസോട്ടോ തള്ളി. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. മൃതസഞ്ജീവനി 2012 കൊണ്ടുവന്നപ്പോൾ സംസ്ഥാനം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. 2012 മുതൽ 2016 വരെ മരണാനന്തരം അവയവദാനം ചെയ്യുന്നവരുടെ കണക്ക് ഉയർന്നതായിരുന്നു. എന്നാൽ 2017ഓടെ അവയവദാനം ഗണ്യമായി കുറഞ്ഞു. 72 പേർ മരണാനന്തര അവയവദാനം നടത്തിയ കണക്കിൽ നിന്ന് 18 പേരിലേക്ക് പിന്നീടുള്ള വർഷം ചുരുങ്ങി. ഇതുവരെ സംസ്ഥാനത്ത് നടന്നത് 389 മരണാനന്തര അവയവദാനം. ഇതിൽ 333 എണ്ണവും സ്വകാര്യ ആശുപത്രികൾ മുഖേന. 56 മരണാനന്തര അവയവദാനം സർക്കാർ മെഡിക്കൽ കോളേജുകൾ വഴിയും നടന്നു. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് സംബന്ധിച്ചും അവയവദാനത്തെക്കുറിച്ചും ചിലർ കോടതിയിൽ കേസുമായി പോയത് അവയവദാനത്തെ പ്രതികൂലമായി ബാധിച്ചെന്ന് നോഡൽ ഓഫീസർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇതൊരു ഓർഗനൈസേഷനായി മാറുകയും അതിനുശേഷം എന്തുകൊണ്ട് ഇത് ഇന്നത്തെ എന്തൊക്കെയോ നിക്ഷിപ്ത താല്പര്യം ഇതിനെ എതിർക്കുന്ന ആൾക്കാർക്ക് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് പിറകെ നടന്ന് ഈ പ്രോഗ്രാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് ബോധ്യമാണ്. അനേകം നിർധനരായ രോഗികൾ കേസോട്ടോയിൽ രജിസ്റ്റർ ചെയ്ത് അവയവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനിടയിലാണ് അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ അവയവദാനത്തിന് ചിലർ തുരങ്കം വെക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ, മീഡിയ വൺ.